ഹലോ എവരിവൺ, എല്ലാവർക്കും പാത്വേസ് അക്കാദമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ് എൻഷുറിംഗ് സേഫ്റ്റി ആൻഡ് ഹെൽത്ത് അറ്റ് വർക്ക് ഇൻ എ ചേഞ്ചിങ് ക്ലൈമറ്റ് റിപ്പോർട്ട്, ക്വാക്സ്, സ്മാർട്ട് സിസ്റ്റം, അന്റാർട്ടിക് ട്രീറ്റി, റിഫോമിംഗ് ആനിമൽ പ്രൊട്ടക്ഷൻ ബിൽ. അപ്പോൾ ഇതിൽ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൻഷുറിംഗ് സേഫ്റ്റി ആൻഡ് ഹെൽത്ത് അറ്റ് വർക്ക് ഇൻ എ ചേഞ്ചിങ് ക്ലൈമറ്റ് റിപ്പോർട്ടിനെ കുറിച്ചാണ്. ഈ ഒരു റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഹിന്ദുവിൻ്റെ പേജ് 8 ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ആർട്ടിക്കിൾ അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. ബേസിക്കലി ഇത് ILO റിലീസ് ചെയ്തിട്ടുള്ള ഒരു റിപ്പോർട്ടാണ്. അപ്പോൾ ഈ റിപ്പോർട്ടിനകത്ത് ILO പറയുന്നത് നമ്മുടെ ക്ലൈമറ്റ് ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന എസ്പെഷ്യലി ടെമ്പറേച്ചർ റൈസ് ഒക്കെ എങ്ങനെയാണ് വർക്കിംഗ് പോപ്പുലേഷനെ ബാധിക്കുന്നത് എന്നുള്ളതാണ്. ഇതിനകത്ത് അവർ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ലോകത്തിന്റെ ടോട്ടൽ പോപ്പുലേഷന്റെ ഒരു തേർഡും ബേസിക്കലി ഈ പറയുന്ന എക്സസീവ് ആയിട്ടുള്ള ഹീറ്റിന് ഓരോ വർഷവും എക്സ്പോസ്ഡ് ആവുന്നുണ്ട് എന്നാണ്. അതിനകത്ത് തന്നെ ഏകദേശം 23 മില്യണോളം വർക്ക് റിലേറ്റഡ് ഇഞ്ചുറീസ് ഈ പറയുന്ന ഹീറ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ഓരോ വർഷം ഒക്കർ ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ നിലവിൽ ലോകത്തിലുള്ള ഒക്യുപ്പേഷണൽ സേഫ്റ്റി, അതുപോലെ തന്നെ ഹെൽത്ത് റിലേറ്റഡ് പ്രൊട്ടക്ഷൻസ്, ലോസ് ഒക്കെ ഉണ്ട്. ഈ കാര്യങ്ങൾ ഒന്ന് ഓവർഹോൾ ചെയ്യേണ്ട, അല്ലെങ്കിൽ ഇതിനകത്ത് കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തേണ്ട ഒരു സമയം അതിക്രമിച്ചിട്ടുണ്ട് എന്ന് ILO ഈ ഒരു റിപ്പോർട്ടിനകത്ത് പറയുന്നുണ്ട്. ഇനി അത് കൂടാതെ ഈ ക്ലൈമറ്റ് ചേഞ്ച് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു 6 പ്രധാനപ്പെട്ട കീ ഇമ്പാക്റ്റുകളെ ILO ഐഡന്റിഫൈ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് എക്സസീവ് ഹീറ്റ്, സോളാർ അൾട്രാവയലറ്റ് റേഡിയേഷൻ, എക്സ്ട്രീം വെതർ ഇവന്റ്സ്, വർക്ക് പ്ലേസ് എയർ പൊല്യൂഷൻ, വെക്ടർ ബോൺ ഡിസീസസ്, അതുപോലെ തന്നെ അഗ്രോ കെമിക്കൽസ് എന്നിവയാണ് ഈ 6 കീ ഇമ്പാക്റ്റുകൾ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷനെ കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ലീഗ് ഓഫ് നേഷൻസ് ഫോം ചെയ്യുന്ന സമയത്ത് ഈ ട്രീറ്റി ഓഫ് വേഴ്സായുടെ ഭാഗമായിട്ട് ലീഗ് ഓഫ് നേഷന്റെ ഒരു അഫിലിയേറ്റ് ആയിട്ട് ഫോം ചെയ്തിട്ടുള്ള ഒരു ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ആണ് ILO അഥവാ ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. പിന്നീട് ഈ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ലീഗ് ഓഫ് നേഷൻസിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് യുണൈറ്റഡ് നേഷൻസ് വന്ന സമയത്ത് 1946 യുണൈറ്റഡ് നേഷൻസിന്റെ ഫസ്റ്റ് സ്പെഷ്യലൈസ്ഡ് ഏജൻസി ആയിട്ട്, അഫിലിയേറ്റഡ് ആയിട്ടുള്ള സ്പെഷ്യലൈസ്ഡ് ഏജൻസി ആയിട്ട് മാറുന്നതും ILO ആണ്. അതുപോലെ തന്നെ യുണൈറ്റഡ് നേഷൻസ് സിസ്റ്റത്തിനകത്ത് വരുന്ന ഒരേ ഒരു ട്രൈപാട്രിയേറ്റ് UN ഏജൻസിയാണ് ILO എന്നാണ് പറയുന്നത്. ട്രൈപാട്രിയേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റുകൾ, അതുപോലെ തന്നെ എംപ്ലോയേഴ്സ്, വർക്കേഴ്സ്, ഈ 3 വിഭാഗത്തിനെയും ഒരുമിച്ച് കൊണ്ടുവരുന്ന ഇത്തരത്തിലുള്ള ഒരേ ഒരു ട്രൈപാർട്ടേറ്റ് UN ഏജൻസിയാണ് ILO എന്നാണ് പറയുന്നത്. നിലവിൽ 187 രാജ്യങ്ങളാണ് ILOക്കകത്ത് മെമ്പേഴ്സ് ആയിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയുടെ കേസിൽ ഇന്ത്യ ILOന്റെ ഒരു ഫൗണ്ടിങ് മെമ്പർ ആണ്. നിലവിൽ ILOയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് സ്വിറ്റ്സർലാൻഡിലെ ജനീവയിലാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് രണ്ടാമതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് ക്വാക്സിനെ കുറിച്ചാണ്. ഈ ക്വാക്സുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഹിന്ദുവിന്റെ സയൻസ് പേജിനകത്ത് ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിപ്പോർട്ട് അല്ലെങ്കിൽ ഒരു ആർട്ടിക്കിൾ അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. പാർട്ടിക്കിൾസ് കോൾഡ് ക്വാക്സ് ഹോൾഡ് ദ കീ ടു ദി ഫൈനൽ ഫേറ്റ് ഓഫ് സം സ്റ്റാർസ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, എസ്പെഷ്യലി ന്യൂട്രോൺ സ്റ്റാർസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങളാണ് ഈ ഒരു ആർട്ടിക്കിളിനകത്ത് അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ നമ്മൾ ഈ ക്വാർക്കുകൾ എന്താണെന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്വാർക്കുകൾ എന്ന് പറയുന്നത് മാറ്ററിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ടൈനി ബിൽഡിംഗ് ബ്ലോക്സ് ആണ് ക്വാർക്കുകൾ എന്ന് പറയാം. ഓക്കെ, അത് ഈ പറയുന്ന ക്വാർക്കുകൾ കൂടിച്ചേർന്നിട്ടാണ് കുറച്ചും കൂടി വലുപ്പം കൂടിയ പാർട്ടിക്കിൾസ് ആയിട്ടുള്ള ഹാഡ്രോൺസ് എന്ന് പറയുന്ന ടൈപ്പ് ഓഫ് പാർട്ടിക്കിൾസ് ബിൽഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഓരോ ആറ്റത്തിന്റെയും ന്യൂക്ലിയസിനകത്ത് ന്യൂട്രോൺസും അതുപോലെ തന്നെ പ്രോട്ടോൺസും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ ന്യൂട്രോൺസും പ്രോട്ടോൺസും ആണ് നമുക്ക് ഏറ്റവും അധികം കാണാൻ പറ്റുന്ന കോമൺ ടൈപ്പ് ഓഫ് ഹാഡ്രോൺസ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ ക്വാർക്കുകൾക്കുള്ള മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവർക്ക് ഒരിക്കലും ഇൻഡിപെൻഡന്റ് ആയിട്ട് നിലനിൽക്കാൻ പറ്റില്ല. ഓക്കെ, പക്ഷേ ഇവരൊരു കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ട് ഓഫ് ദി മാറ്റർ ആയിട്ടാണ് നിലനിൽക്കുന്നത്. അതുപോലെ തന്നെ നമുക്കിന്ന് ലോകത്തിൽ യൂണിവേഴ്സിൽ ഏകദേശം 6 ടൈപ്പോളം ക്വാർക്കുകൾ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പ്, ഡൗൺ, ടോപ്പ്, ബോട്ടം, സ്ട്രേഞ്ച്, ചാം എന്ന് പറയുന്ന 6 ടൈപ്സ് ഓഫ് ക്വാർക്കുകൾ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഗ്ലോൺസ് എന്ന് പറയുന്ന പാർട്ടിക്കിൾസ് ഉണ്ട്. ഒരു ഗ്ലോൺസ് എന്ന് പറയുന്ന ഒരു സെറ്റ് ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ട്. അതാണ് ഈ ക്വാർക്കുകളെ ഒരുമിച്ച് പിടിച്ചു നിർത്തുന്നതെന്നാണ് പറയുന്നത്. അപ്പൊ ഇത് ടൈറ്റ്ലി ബൗണ്ട് ആയിട്ടുള്ള സാധനമാണ് ഈ 2 എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരുടെ ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇതൊരിക്കലും ഇൻഡിപെൻഡന്റ് ആയിരിക്കില്ല, അല്ലെങ്കിൽ ഒരിക്കലും ഫ്രീ ആയിരിക്കില്ല. ഇപ്പോൾ ഈവൻ വാക്യൂം ആയിട്ടുള്ള എംപ്റ്റി സ്പേസുകളിൽ പോലും ഇത് ഫ്രീ ആയിരിക്കില്ല എന്നും പറയുന്നുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് സ്മാർട്ട് സിസ്റ്റത്തെ കുറിച്ചാണ്. സ്മാർട്ട് സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ DRDO റീസെന്റ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു സൂപ്പർസോണിക് മിസൈൽ അസിസ്റ്റഡ് റിലീസ് ഓഫ് ടോർപീഡോ എന്നാണ് ഇതിന്റെ ഫുൾ ഫോം. ഈ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ സാധാരണഗതിയിൽ നമ്മൾ ആന്റി സബ്മറൈൻ വാർഫെയറിന് യൂസ് ചെയ്യുന്ന ഒരു വെപ്പണാണ്
ടോർപീഡോസ് എന്ന് പറയുന്നത്. ടോർപീഡോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിന്റെ അടിയിൽ പോയി പൊട്ടിത്തെറിക്കുന്ന ഒരു എക്സ്പ്ലോസീവ് ഡിവൈസ് ആണ്, അല്ലെങ്കിൽ വെള്ളത്തിന്റെ അടിയിലൂടെ സഞ്ചരിക്കുന്ന ഒരു മിസൈലാണെന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് സങ്കല്പിക്കാം. അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ സബ്മറൈൻസിന് അഗേൻസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന സർഫേസ് വെസലുകൾക്ക് അഗേൻസ്റ്റ് ആയിട്ടോ, അതായത് നമ്മുടെ ഷിപ്പുകൾക്കൊക്കെ എതിരായിട്ട് യൂസ് ചെയ്യുന്ന ഒരു വെപ്പണാണ്, അതിനൊക്കെ തകർക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു എക്സ്പ്ലോസീവ് ഡിവൈസ് ആണ്, അല്ലെങ്കിൽ ഒരു വെപ്പണാണ് ടോർപീഡോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടോർപീഡോസ് സാധാരണഗതിയിൽ നമുക്കൊരു സബ്മറൈനിൽ നിന്ന് വേണമെങ്കിൽ ടോർപീഡോ ലോഞ്ച് ചെയ്യാം, അതായത് ഒരു മുങ്ങിക്കപ്പലിൽ നിന്ന് ലോഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ സാധാരണഗതിയിലുള്ള കപ്പലുകളിൽ നിന്നോ ഈവൻ സംടൈംസ് ചില വിമാനങ്ങളിൽ നിന്നൊക്കെ ടോർപീഡോസ് ലോഞ്ച് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിൻ്റെയൊക്കെ ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ഈ ടോർപീഡോസ് എന്ന് പറയുന്നത് വളരെ സ്ലോ സ്പീഡിൽ സഞ്ചരിക്കുന്ന ഒരു വെപ്പണാണ്. വെള്ളത്തിന്റെ അടിയിലൂടെ വളരെ സ്ലോ സ്പേസിലാണ് ഇത് സഞ്ചരിക്കുക. അതുകൂടാതെ ഇതിന്റെ റേഞ്ച് എന്ന് പറയുന്നത് പലപ്പോഴും വളരെ ലിമിറ്റഡ് ആയിരിക്കും. അപ്പോൾ ഈ സൂപ്പർസോണിക് മിസൈൽ അസിസ്റ്റഡ് റിലീസ് ഓഫ് ടോർപീഡോ എന്ന് പറയുന്നത് നമ്മളൊരു മിസൈലിന്റെ വാർഹെഡ് ആയിട്ട് ഒരു ടോർപീഡോ ക്യാരി ചെയ്യും. ഈ മിസൈലിന് ഒരുപാട് ദൂരത്തു നിന്ന്, ഇപ്പോൾ ഒരു ഷിപ്പിൽ നിന്നോ അല്ലെങ്കിൽ ഈ പറയുന്ന കരയിലുള്ള ഏതെങ്കിലും ഒരു ബേസിൽ നിന്നൊക്കെ, ഒരു ലോഞ്ച് സൈറ്റിൽ നിന്നൊക്കെ ഈ മിസൈൽ നമുക്കൊരു ഷിപ്പ് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു സബ്മറൈൻ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ തകർക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ടോർപീഡോ, ഈ പറയുന്ന മിസൈൽ ലോഞ്ച് ചെയ്യാം. ഈ മിസൈൽ 100 കണക്കിന് കിലോമീറ്ററുകൾ സഞ്ചരിച്ച് ഇതിന്റെ ടാർഗറ്റിന്റെ അടുത്ത് വരെ ഈ ടോർപീഡോനെ എത്തിച്ചിട്ട് ടോർപീഡോനെ അവിടെ ഡിപ്ലോയ് ചെയ്യും. ഈ ടോർപീഡോ അവിടുന്ന് വെള്ളത്തിന്റെ അടിയിലൂടെ സഞ്ചരിച്ച് ഇതിന്റെ ടാർഗറ്റിനെ ഡിസ്ട്രോയ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇത്തരത്തിലുള്ള, ഇത് ലോകത്തിൽ മേ ബി ഇത്തരത്തിലുള്ള ആദ്യത്തെ ഒരു സിസ്റ്റം ആയിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സിസ്റ്റമാണ് ഈ സൂപ്പർസോണിക് മിസൈൽ അസിസ്റ്റഡ് റിലീസ് ഓഫ് ടോർപീഡോ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു മിസൈൽ ബേസ്ഡ് ലൈറ്റ് വെയിറ്റ് ടോർപീഡോ ഡെലിവറി സിസ്റ്റം ആണെന്ന് മനസ്സിലാക്കി. ഈ മിസൈലിന്റെ പർപ്പസ് എന്ന് പറയുന്നത് ഈ ടോർപീഡോനെ അതിന്റെ ലക്ഷ്യത്തിന്റെ അടുത്ത് എത്തിക്കുക എന്നുള്ളതാണ്. ഇത് DRDO ആണ് ഇത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ ഈ പറയുന്ന ടോർപീഡോനെ ക്യാരി ചെയ്യുന്ന ഈ വെഹിക്കിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഈ ഡെലിവറി വെഹിക്കിൾ ആയിട്ടുള്ള ഈ മിസൈൽ ഒരു 2 സ്റ്റേജ് സോളിഡ് പ്രൊപ്പൽഷൻ മിസൈലാണ്. ഇനി ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2 കാര്യങ്ങളാണ് ഈ ഒരു സിസ്റ്റത്തിനകത്തുള്ളത്. ഒന്നൊരു ലോങ് റേഞ്ച് സൂപ്പർസോണിക് മിസൈലാണ്. അതിന് 643 കിലോമീറ്റർ ആണ് റേഞ്ച് ഉള്ളത്. അതായത് 643 കിലോമീറ്റർ ദൂരം വരെ ഈ ടോർപീഡോനെ ഇത് എത്തിക്കും. അവിടുന്ന് ഈ ടോർപീഡോനെ വെള്ളത്തിന്റെ അടിയിലേക്ക് ഡിപ്ലോയ് ചെയ്യും. അവിടുന്ന് ഈ ടോർപീഡോക്ക് ഒരു 20 കിലോമീറ്റർ ദൂരം സ്വന്തം നിലക്ക് സഞ്ചരിക്കാൻ സാധിക്കും. 50 കിലോഗ്രാം ആണ് ഈ ടോർപീഡോക്കകത്തുള്ള എക്സ്പ്ലോസീവ് വാർഹെഡിന്റെ പേലോഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതാണ് സ്മാർട്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സൂപ്പർസോണിക് മിസൈൽ അസിസ്റ്റഡ് റിലീസ് ഓഫ് ടോർപീഡോ എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയുടെ ആന്റി സബ്മറീൻ വാർഫെയർ, അല്ലെങ്കിൽ ഇന്ത്യയുടെ നേവൽ വാർഫെയർ കേപ്പബിലിറ്റി വലിയ രീതിയിൽ എൻഹാൻസ് ചെയ്യാൻ ഇത് സഹായിക്കും എന്ന് പറയാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പോൾ ഈ നേവൽ വാർഫെയറിനകത്തൊക്കെ, അല്ലെങ്കിൽ ടോട്ടലി വാർഫെയറിനകത്തൊക്കെ പറയുന്ന ഒരു ടേമാണ് ആന്റി ആക്സസ് ഏരിയ ഡിനയൽ എന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജി ഉണ്ട്. അതായത് നമ്മുടെ ശത്രു രാജ്യങ്ങളുടെ വിമാനങ്ങൾക്കും അല്ലെങ്കിൽ കപ്പലുകൾക്കൊക്കെ നമ്മുടെ രാജ്യത്തിന്റെ അടുത്തെത്താനുള്ള കേപ്പബിലിറ്റിനെ ഡിനൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ചില വെപ്പൺസ് ഉണ്ട്. ഇപ്പോൾ ആന്റി ഷിപ്പ് മിസൈൽസും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള സ്മാർട്ട് വെപ്പൺസും ഒക്കെ അതിന്റെ ഭാഗമാണെന്ന് പറയുമ്പോൾ അത്തരത്തിൽ ഇന്ത്യയുടെ ആന്റി ആക്സസ് ഏരിയ ഡിനയൽ സ്ട്രാറ്റജിന്റെ ഭാഗമായിട്ടും ഈ വെപ്പണിനെ വേണമെങ്കിൽ നിങ്ങൾക്ക് കണക്കാക്കാൻ പറ്റും. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് അന്റാർട്ടിക് ട്രീറ്റിയെ കുറിച്ചാണ്. സോ ഈ അന്റാർട്ടിക് ട്രീറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ PIBക്ക് അകത്തൊരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു. സോ അന്റാർട്ടിക് ട്രീറ്റി എന്ന് പറയുന്നത് 1959 വാഷിംഗ്ടണിൽ വെച്ച് സൈൻ ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ഇന്റർനാഷണൽ ട്രീറ്റിയാണ്. ഈ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ അന്റാർട്ടിക്കയുമായിട്ട് ബന്ധപ്പെട്ടാണ്. അന്റാർട്ടിക്കയിലുള്ള ആക്ടിവിറ്റീസിനെ റെഗുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ട്രീറ്റി സൈൻ ചെയ്യപ്പെടുന്നത്. സോ 59 ഇത് സൈൻ ചെയ്യുന്നത്. ഇതിനകത്ത് ഒറിജിനലി 12 സിഗ്നറ്ററീസ് ആണ് ഈ ഒരു എഗ്രിമെന്റിനുള്ളത്. ഇത് നിലവിൽ വരുന്നത് 1961 അപ്പൊ ഈ ഒരു ട്രീറ്റിയുടെ ലക്ഷ്യമായിട്ട് പറയുന്നത് അന്റാർട്ടിക്ക എന്ന് പറയുന്ന വൻകരനെ ഒരു ഡീമിലിറ്ററൈസ്ഡ് സോൺ ആക്കി മാറ്റുക എന്നുള്ളതാണ് പറയുന്നത്. അതായത് സയന്റിഫിക് റിസർച്ചിന് വേണ്ടി മാത്രമായിട്ട് അന്റാർട്ടിക്കയെ യൂസ് ചെയ്യുക, അവിടെയുള്ള മിലിറ്ററൈസേഷൻ ഒഴിവാക്കുക എന്നുള്ളതാണ്. അപ്പൊ ഈ ട്രീറ്റിയുടെ ഭാഗമായിട്ട് അന്റാർട്ടിക്കയുടെ മുകളിൽ, അല്ലെങ്കിൽ അന്റാർട്ടിക്കയുടെ ഏതെങ്കിലും ഭാഗങ്ങളുടെ മുകളിലൊക്കെ ടെറിട്ടോറിയൽ ക്ലെയിംസ് ഉണ്ടായിരുന്ന ചില രാജ്യങ്ങളുണ്ട്. അപ്പൊ ആ ടെറിട്ടോറിയൽ ക്ലെയിംസ് തൽക്കാലത്തേക്ക് ഫ്രീസ് ചെയ്ത് ഈ ട്രീറ്റി നിർത്തുന്നുണ്ട്. അതായത് ആ ടെറിട്ടോറിയൽ ക്ലെയിംസ് ശരിയാണെന്നോ തെറ്റാണെന്നോ, അല്ലെങ്കിൽ അത് അനുവദിച്ചു കൊടുക്കുന്നുണ്ടോന്നോ ഇല്ലെന്നോ ഈ ട്രീറ്റി പറയുന്നില്ല. പകരം അത് ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഉദാഹരണത്തിന് ഓസ്ട്രേലിയ പോലുള്ള രാജ്യങ്ങൾക്ക്, അല്ലെങ്കിൽ അർജന്റീന പോലുള്ള രാജ്യങ്ങൾക്ക് അന്റാർട്ടിക്കയിലെ ചില പ്രദേശങ്ങളുടെ മുകളിൽ അവർ അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതുപോലെ തന്നെ ഈ ട്രീറ്റിക്കകത്ത് ഇത് കവർ ചെയ്യുന്ന ഒരു ഏരിയ ആയിട്ട് പറയുന്നത് 60 ഡിഗ്രി സൗത്ത് ലാറ്റിറ്റ്യൂഡിന്റെ സദേൺ ഏരിയാസിലേക്കുള്ള എല്ലാ പ്രദേശങ്ങളും അന്റാർട്ടിക്ക ആണെന്നാണ് പറയുന്നത്. ഓക്കെ, നിലവിൽ ഈ അന്റാർട്ടിക്ക ട്രീറ്റിക്കകത്ത് 56 പാർട്ടീസ് ആണുള്ളത്. ഇന്ത്യ 1983 ഇതിലെ ഒരു പാർട്ടിയായിട്ട്, സിഗ്നേറ്ററി ആയിട്ട് മാറിയിട്ടുണ്ട്. ഇനി അന്റാർട്ടിക്ക ട്രീറ്റിയുടെ ഒരു സെക്രട്ടേറിയറ്റ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നത് അർജന്റീനയിലെ ബ്യൂണസ് ഐറിസ് ആണ്. ഇനി ഈ പറയുന്ന അന്റാർട്ടിക്ക ട്രീറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് 3 സപ്ലിമെന്ററി എഗ്രിമെന്റുകൾ കൂടി വന്നിട്ടുണ്ട്. ഒന്നാമത്തതാണ് കൺവെൻഷൻ ഓൺ ദി കൺസർവേഷൻ ഓഫ് അന്റാർട്ടിക് സീൽസ് 1972 എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് കൺവെൻഷൻ ഓൺ കൺസർവേഷൻ ഓഫ് അന്റാർട്ടിക് മറൈൻ ലിവിംഗ് റിസോഴ്സസ് 1980 എന്ന് പറയുന്നത്. മൂന്നാമതായിട്ട് പ്രോട്ടോകോൾ ഓൺ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ 1991 എന്ന് പറയുന്നത്. ഓക്കെ,
ഇനി ഇതിന്റെ കൂടെ ഈ അന്റാർട്ടിക്ക എന്ന് പറയുന്ന വൻകരയെ കുറിച്ച് കൂടി ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. അന്റാർട്ടിക്ക എന്ന് പറയുന്ന വൻകരനെ സാധാരണ ഇതിൽ ഡിഫൈൻ ചെയ്യാറുള്ളത് 60 ഡിഗ്രി സൗത്ത് വേർഡ്സ് ആയിട്ട് കിടക്കുന്ന ഐസ് ഷെൽഫുകൾ, അതുപോലെ തന്നെ ലാൻഡും ഉൾപ്പെടുന്ന പ്രദേശമാണ് അന്റാർട്ടിക്ക എന്നാണ് പറയുന്നത്. പക്ഷെ അതിന്റെ സറൗണ്ടിങ് വാട്ടേഴ്സിന് അന്റാർട്ടിക്കയുടെ ഭാഗമായിട്ട് ഡിഫൈൻ ചെയ്യാറില്ല. ഇനി അന്റാർട്ടിക്കയുടെ ലാൻഡ് ഏരിയ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ലാൻഡ് ഏരിയ വൈസ് നോക്കിക്കഴിഞ്ഞാൽ ലോകത്തിലെ 5ാമത്തെ വലിയ കോണ്ടിനെന്റ് ആണ് അന്റാർട്ടിക്ക എന്ന് പറയുന്നത്. അതായത് യൂറോപ്പിനെക്കാട്ടിലും അതുപോലെ ഓഷ്യാനിയെക്കാട്ടിലും വലുതായിട്ടുള്ള 5th ബിഗ്ഗസ്റ്റ് അല്ലെങ്കിൽ 5th ലാർജസ്റ്റ് കോണ്ടിനെന്റ് ആണ് അന്റാർട്ടിക്ക. ഇനി അന്റാർട്ടിക്കയുടെ വളരെ മറ്റൊരു പ്രധാനപ്പെട്ട ഫീച്ചറാണ്, നമുക്കറിയാം അന്റാർട്ടിക്കയുടെ നിയർലി 99% ഏരിയയും ഐസ് കവേർഡ് ആണ്. അപ്പോൾ ലോകത്തിലെ ടോട്ടൽ ഫ്രഷ് വാട്ടറിന്റെ നിയർലി 70% കിടക്കുന്നത് അന്റാർട്ടിക്കയിലുള്ള ഈ ഫ്രോസൺ ഐസ് ക്യാപ്പുകളിലാണെന്നാണ് പറയുന്നത്. ഓക്കെ, അതുകൂടാതെ ലോകത്തിലെ ടോട്ടൽ ഐസിന്റെ 90% അന്റാർട്ടിക്കയിലാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളതെന്നാണ് പറയപ്പെടുന്നത്. ഇനി അന്റാർട്ടിക്കയിലുള്ള പ്രധാനപ്പെട്ട ചില ഫീച്ചേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഒന്നാണ് റോസ് ഐസ് ഷെൽഫ് എന്ന് പറയുന്നത്. ഏകദേശം ഫ്രാൻസിന്റെ അത്രയും വലുപ്പമുള്ള ഒരു ഐസ് ഷെൽഫാണ് റോസ് ഐസ് ഷെൽഫ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു റോണെ ഫ്ലിക്സിനർ ഐസ് ഷെൽഫ് എന്ന് പറയുന്ന മറ്റൊരു ഐസ് ഷെൽഫും ഉണ്ട്. ഇത് ഏകദേശം സ്പെയിനിന്റെ അത്രയും സൈസുള്ള ഒരു ഐസ് ഷെൽഫാണിത്. അതുപോലെ തന്നെ അന്റാർട്ടിക്കയിലെ ഹയസ്റ്റ് മൗണ്ടൻ അല്ലെങ്കിൽ പീക്ക് എന്ന് പറയുന്നത് മൗണ്ട് വിൻസൺ ആണ്. അതുപോലെ തന്നെ അന്റാർട്ടിക്കയിൽ നമുക്കറിയാം ഒരു പ്രസന്റ്ലി അൺഇൻഹാബിറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണിത്. പെർമനന്റ് ആയിട്ട് അവിടെ റെസിഡൻസ് ഒന്നുമില്ല. അവിടെ ഒരു കാലത്തും ഒരു നേറ്റീവ് പോപ്പുലേഷൻ ഉണ്ടായതിന്റെ എവിഡൻസസും ഇല്ല. പക്ഷേ അവിടെ ഇപ്പൊ നിലവിൽ ആൾതാമസം ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ താമസിക്കുന്ന ആൾക്കാരെല്ലാം തന്നെ ഈ റിസർച്ച് പേർപ്പസിന് വേണ്ടിയിട്ട് അവിടെ പോയിട്ടുള്ള ഈ റിസർച്ച് ബേസുകളിൽ താമസിക്കുന്ന സയന്റിസ്റ്റുകളാണ്. പിന്നെ അന്റാർട്ടിക്കയുടെ ചില പാർട്ടുകളിലൊക്കെ ടൂറിസ്റ്റ് ഓപ്പറേറ്റേഴ്സ് ട്രാവലേഴ്സിനെ കൊണ്ടുപോകാറുണ്ട്. അപ്പൊ ഇതാണ് അന്റാർട്ടിക്കയിലുള്ള പോപ്പുലേഷൻ എന്ന് പറയുന്നത്. സോ അപ്പോൾ അവിടെ നേറ്റീവ് പോപ്പുലേഷൻ അല്ലെങ്കിൽ പെർമനന്റ് പോപ്പുലേഷൻ ഇല്ല എന്ന് മനസ്സിലാക്കുക. ഇനി നമുക്ക് അവസാനമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് റിഫോമിംഗ് ആനിമൽ പ്രൊട്ടക്ഷൻ ബില്ലാണ്. സോ നമ്മുടെ ഇന്ത്യയിൽ നിലവിൽ ഒരു പ്രൊട്ടക്ഷൻ ഓഫ് ക്രൂവൽറ്റി അഗെയിൻസ്റ്റ് അനിമൽ ആക്ട് എന്ന് പറയുന്ന ഒരു നിയമമുണ്ട്. 1960 ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയിട്ടുള്ള. അപ്പൊ ആ നിയമം അമെൻഡ് ചെയ്യേണ്ടതിന്റെ ഒരു ആവശ്യകതയെ കുറിച്ചും അതിന്റെ ചില പോരായ്മകളെ കുറിച്ചും ഇന്നത്തെ ഹിന്ദുവിന്റെ എഡിറ്റോറിയൽ പേജിനകത്ത് വന്നിട്ടുള്ള ഒരു ആർട്ടിക്കിളിനകത്ത് പറയുന്നുണ്ട്. ആൻ അനിമൽ പ്രൊട്ടക്ഷൻ ബിൽ ദാറ്റ് മസ്റ്റ് ബി മൂവ്ഡ് ഇൻ ജൂൺ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പൊ ഈ ആർട്ടിക്കിളിനകത്ത് പ്രധാനമായിട്ടും പറയുന്നത് 1960 വന്നിട്ടുള്ള പ്രിവെൻഷൻ ഓഫ് ക്രൂവൽറ്റി ടു അനിമൽസ് ആക്ടിനകത്ത് അതിനെ അമെൻഡ് ചെയ്യാൻ വേണ്ടി വരുന്ന ഒരു ബില്ല് ഇപ്പോൾ പാർലമെന്റിൽ പെൻഡിങ് ആണ്. അപ്പൊ അതിനകത്ത് വരുത്തേണ്ട മാറ്റങ്ങളെ കുറിച്ചും അല്ലെങ്കിൽ അതിനകത്തുള്ള ഇഷ്യൂസിനെ കുറിച്ചൊക്കെയാണ്. അപ്പൊ നമ്മുടെ ഈ ആർട്ടിക്കിളിനകത്ത് പ്രധാനമായിട്ടും പറയുന്നത് ഈ ഒരു അമെൻമെന്റ് എന്തുകൊണ്ട് വേണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് പ്രധാനമായിട്ടും പറയുന്നത് നിലവിലുള്ള ഈ PCA ആക്ട് 1960 ഒരുപാട് പോരായ്മകളുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതിനകത്ത് പറയുന്ന പ്രധാനപ്പെട്ട ഒരു പോരായ്മ എന്ന് പറയുന്നത് ഒന്ന് ബെയിലബിൾ ആയിട്ടുള്ള നോൺ കോഗ്നൈസബിൾ ആയിട്ടുള്ള ഒഫൻസസ് ആണ്. ഇപ്പോൾ ഈ നിലവിലുള്ള പ്രിവെൻഷൻ ഓഫ് ക്രൂവൽറ്റി ടു അനിമൽ ആക്ട് അനുസരിച്ച് അതിനകത്ത് പറയുന്ന മെജോറിറ്റി കുറ്റകൃത്യങ്ങളും ഒന്നുകിൽ ബെയിലബിളോ അല്ലെങ്കിൽ നോൺ കോഗ്നൈസബിളോ ആണ്. അതായത് ബെയിലബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അക്യൂസ്ഡ് ആയിട്ടുള്ള ആൾക്ക് ബെയിൽ എന്ന് പറയുന്നത് ആസ് എ മാറ്റർ ഓഫ് റൈറ്റ് കിട്ടും. അതായത് അവർക്ക് ജാമ്യം കിട്ടുക എന്നുള്ളത് അവരുടെ ഒരു അവകാശമായിട്ട് മാറും. അതുപോലെ തന്നെ ഇത് നോൺ കോഗ്നൈസബിൾ ആയിട്ടുള്ള ഒഫൻസസ് ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ കോഗ്നൈസബിൾ ഒഫൻസിന്റെ കേസിൽ ഇപ്പോൾ കൊലപാതകം പോലുള്ള കാര്യങ്ങളൊക്കെയാണ് കോഗ്നൈസബിൾ ഒഫൻസ് എന്ന് പറയുന്നത്, ക്രിമിനൽ കേസുകളിൽ മെജോറിറ്റിയും വരുന്നത്. അപ്പൊ അതിന്റെ കേസിൽ ഈ കോഗ്നൈസബിൾ ഒഫൻസിന്റെ കേസിൽ ഒരാളെ അറസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരാളെ കസ്റ്റഡിയിൽ എടുക്കണമെങ്കിൽ മജിസ്ട്രേറ്റിനൊന്നും അനുമതി ആവശ്യമില്ല. പക്ഷേ നോൺ കോഗ്നൈസബിൾ ഒഫൻസിന്റെ കേസിൽ ഇത്തരത്തിലുള്ള ഒരു റിപ്പോർട്ട് അല്ലെങ്കിൽ ഒരു അറസ്റ്റ് മേക്ക് ചെയ്യണമെങ്കിൽ പോലീസ് ആദ്യം ഒരു കോമ്പിറ്റന്റ് ആയിട്ടുള്ള കോർട്ടിന്റെ അടുത്ത് നിന്ന് പെർമിഷൻ എടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പൊ നോൺ കോഗ്നൈസബിൾ ആയിട്ടുള്ള ഒഫൻസ് ഒക്കെ ആയതുകൊണ്ട് തന്നെ ഈ അനിമൽസിന് അഗേൻസ്റ്റ് ആയിട്ട് എക്സ്ട്രീം ക്രൂവൽറ്റി ചെയ്ത് കഴിഞ്ഞാൽ പോലും അവർക്കെതിരായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള നിയമ നടപടി സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറയുന്നത് അത്ര ഈസി അല്ല എന്ന് മനസ്സിലാക്കുക. രണ്ടാമതായിട്ട് ഇത് ബെയിലബിൾ ആയിട്ടുള്ള ഒഫൻസ് ആണ്, നോൺ കോഗ്നൈസബിൾ ആയിട്ടുള്ള ഒഫൻസ് ആണെന്ന് പറഞ്ഞു. അതുകൂടാതെ ഈ നിയമത്തിനകത്ത് പറയുന്ന മെജോറിറ്റി ഫൈനുകളും വളരെ ഔട്ട്ഡേറ്റഡ് ആണ്. അതായത് ഏകദേശം കഴിഞ്ഞൊരു 130 വർഷം മുമ്പൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്ന അല്ലെങ്കിൽ അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്ന നിയമങ്ങളിലുണ്ടായിരുന്ന അതേ ഫൈനാണ് ഇപ്പോഴും ഈ നിയമത്തിൽ കണ്ടിന്യൂ ചെയ്യുന്നത് പറയുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ചില ഫൈനുകളൊക്കെ ഏകദേശം 10 രൂപയൊക്കെയാണ് ഫൈനായിട്ട് സെറ്റ് ചെയ്തേക്കുന്നത്. അതായത് ആളുകൾക്ക് വളരെ ഈസി ആയിട്ട് ഇത്തരത്തിലുള്ള ക്രൂവൽറ്റി അനിമൽസിന് അഗേൻസ്റ്റ് ആയിട്ട് ക്രൂവൽറ്റി കാണിച്ചു കഴിഞ്ഞാലും വളരെ ഈസി ആയിട്ട് അതിൽ നിന്ന് തലയൂരി പോരാൻ പറ്റുന്ന രീതിയിലുള്ള ഫൈനുകളാണുള്ളത്. അപ്പൊ ഇതൊരിക്കലും ഒരു ഡിറ്ററൻസ് ആയിട്ട് വർക്ക് ചെയ്യില്ല എന്നാണ് പറയുന്നത്. മൂന്നാമതായിട്ട് വളരെ ഡിസ്ക്രിഷണറി ആയിട്ടുള്ള സെന്റൻസിങ് പവേഴ്സ് ആണ്. അതായത് ഈ നിയമം അനുസരിച്ച് ശിക്ഷിക്കപ്പെടുന്ന ആളുകൾ അല്ലെങ്കിൽ ഈ നിയമം അനുസരിച്ച് ട്രയലിന് വിധേയമാവുന്ന ആളുകളുടെ ശിക്ഷയുടെ കേസിൽ കോർട്ടുകൾക്ക് വലിയ രീതിയിലുള്ള ഡിസ്ക്രിഷൻ ഉണ്ട്. അതായത് ഇംപ്രിസൺമെന്റ് കൊടുക്കണോ ഫൈൻ കൊടുക്കണോ എന്നുള്ള കാര്യത്തിൽ അവർക്ക് വലിയ രീതിയിലുള്ള ഡിസ്ക്രിഷൻ ഉണ്ട്. അപ്പൊ ഈ ഡിസ്ക്രിഷൻ പലപ്പോഴും ഈ പറയുന്ന അക്യൂസ്ഡ് ആയിട്ടുള്ള ആൾക്ക് വളരെ ചെറിയ അല്ലെങ്കിൽ വളരെ
സിംബോളിക് ആയിട്ടുള്ള പണിഷ്മെന്റ് ഒക്കെ കൊടുത്ത് അവർ രക്ഷപ്പെട്ടു പോകാനുള്ള കാരണമായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ അവർ ചെയ്തിട്ടുള്ള തെറ്റിന്റെ പേരിൽ അവർ വലിയ കോൺസിക്വൻസസ് ഒന്നും ഫേസ് ചെയ്യാതെ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ശിക്ഷയൊന്നും നേടാത്ത ഒരവസ്ഥയിലും അത് റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒഫൻസസിന് കാരണമാവുന്നു എന്ന് പറയുന്നുണ്ട്. മറ്റൊന്ന് ലാക്ക് ഓഫ് ഓൾട്ടർനേറ്റീവ് സെന്റൻസിങ് ആണ്. അതായത് ഈ പറയുന്ന ഇംപ്രിസൺമെന്റോ അല്ലെങ്കിൽ ഫൈനോ അല്ലാതെ ഒരു ഓൾട്ടർനേറ്റീവ് പണിഷ്മെന്റ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ വിദേശ രാജ്യങ്ങളിലൊക്കെ കാണുന്നത് പോലെ കമ്മ്യൂണിറ്റി സർവീസസ്, ഇപ്പോൾ സാധാരണഗതിയിൽ ഏതെങ്കിലും ആനിമൽ ഷെൽട്ടറിലൊക്കെ വളണ്ടിയർ ആയിട്ട് പോവുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബേസിക്കലി ഇവർക്കിടയിൽ ഒരു റിഫോം ഉണ്ടാക്കാൻ ഉള്ള സാധ്യത തുറന്നിടുന്ന തരത്തിലുള്ള പണിഷ്മെന്റ്സ് ആണ്. പക്ഷെ അത്തരത്തിലുള്ള പണിഷ്മെന്റുകളൊന്നും തന്നെ ഈ ഒരു നിയമത്തിനകത്തില്ല എന്ന് പറയുന്നുണ്ട്. ഇനി ഈ പറയുന്ന 2022 വന്നിട്ടുള്ള ഈ ഡ്രാഫ്റ്റ് ബില്ല് നോക്കിക്കഴിഞ്ഞാലും അതിനകത്തും ചില ലിമിറ്റേഷൻസ് ഉണ്ടെന്ന് ഈ ആർട്ടിക്കിളിനകത്ത് പറയുന്നുണ്ട്. അപ്പൊ ഈ ബില്ലിനകത്തുള്ള പ്രധാനപ്പെട്ട ലിമിറ്റേഷൻസ് ആയിട്ട് പറയുന്നത് ഒന്ന്, ഈവന്തോ ഈ പറയുന്ന ഈ പ്രിവെൻഷൻ ഓഫ് ക്രൂവൽറ്റി ടു അനിമൽ ആക്ടിനെ അതിനകത്ത് വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ചേഞ്ചസ് വരുത്താൻ വേണ്ടിയിട്ട് ഈ ബില്ല് പ്രപ്പോസ് ചെയ്യുന്നുണ്ടെങ്കിലും ഈ ബില്ല് ഇപ്പോഴും ഈ ഇംപ്രിസൺമെന്റ് അല്ലെങ്കിൽ ഫൈനിനെ ഒരു പ്രൈമറി ഓപ്ഷൻ ഓഫ് സെന്റൻസിങ് ആയിട്ട് വെച്ചിരിക്കുന്നു എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും നേരത്തെ ഉണ്ടായിരുന്ന അതേപോലെ തന്നെ ഈ പെർപെട്രേറ്റേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് ഇംപ്രിസൺമെന്റ് ഒഴിവാക്കിക്കൊണ്ട് ഫൈൻ അടച്ച് രക്ഷപ്പെടാനുള്ള ഒരു സാധ്യത ഈ പറയുന്ന അമെന്റ്മെന്റ് വന്നു കഴിഞ്ഞാലും ഉണ്ടാവുമെന്നാണ് പറയുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ഡെയിലി ന്യൂസ് അനാലിസിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ താങ്ക് യു ഓൾ.